നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പ്രോസിക്യൂഷന്റെയും ഡിഫൻസ് കൗൺസിലിന്റെയും വാദങ്ങൾ പരിഗണിക്കുമ്പോൾ രോഹിത്തും സുസ്മിതയുമായിട്ടുള്ളത് ഒരു സാധാരണ സൗന്ദര്യ പിണക്കമെന്നാണ് കോടതിക്ക് തോന്നുന്നത്. ഇരുകൂട്ടരും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുമുണ്ട്. അല്ല യുവർ ഓണർ, ഈ നിൽക്കുന്ന സുസ്മിതി രോഹിത് നമ്മൾ സാധാരണ സൗന്ദര്യപ്പെടുക്കായിരുന്നില്ല. കോടതി ആ സത്യം മനസ്സിലാക്കാൻ തയ്യാറാവണം. ഓർഡർ ഓർഡർ, നിങ്ങൾ അവിടെ ഇരിക്കണം. അല്ല പിന്നെ അവരെന്തോ പരസ്പരമുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് സന്തോഷകരമായൊരു കുടുംബജീവിതം നയിക്കാൻ രോഹിത്തും സുസ്മിതയും ഒരു കൗൺസിലിംഗിന്റെ സഹായം തേടുന്നത് അഭികാമ്യമാണ്. ഡിഫൻസ് കൗൺസിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ വിശ്വാസയോഗ്യമായ സാക്ഷിയുടെ അഭാവത്തിൽ കോർപ്പസ് ഡെലിറ്റി പ്രകാരം ചാർജ് ചെയ്യുന്ന കേസ് നിലനിൽക്കില്ല. അതേസമയം ദൃക്സാക്ഷിയെ ഹാജരാക്കാമെന്ന സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ വാദവും പരിഗണിക്കേണ്ടതുണ്ട്. ഈ കേസിലെ ഏക ദൃക്സാക്ഷി PW7 പ്രീതിയെ ഹാജരാക്കുന്നതിന് കോടതി പ്രോസിക്യൂഷന് ഒരവസരം നൽകുന്നതാണ്. മൊഴിയുടെ അഭാവത്തിൽ നിരുപാധികം കേസ് തള്ളുന്നതായിരിക്കും. സുസ്മിത രോഹിത്തിനെ കൊക്കയിലേക്ക് തള്ളിയിട്ടതിന് വിശ്വാസയോഗ്യമായ തെളിവുകളൊന്നും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. ദ ബെയിൽ ഗ്രാന്റഡ്, ജാമ്യം അനുവദിച്ചിരിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥയായ അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീരഞ്ജിനി ഈ കേസിൽ സ്വജനപക്ഷപാതവും വ്യക്തി താൽപര്യവും പ്രകടിപ്പിച്ചെന്ന് കോടതിക്ക് പൂർണ്ണ ബോധ്യമായിരിക്കുന്നു. ഉത്തരവാദിത്തപ്പെട്ട ഒരു IPS ഓഫീസർ എന്നുള്ള നിലയ്ക്കും സമൂഹത്തിന് മാതൃകയാവേണ്ട ആളെന്നുള്ള നിലയ്ക്കും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പ്രവൃത്തി അക്ഷന്തവ്യമല്ല. ആയതിനാൽ അസിസ്റ്റന്റ് കമ്മീഷണർ ശ്രീരഞ്ജിനിയെ നിലവിലുള്ള ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തി ശ്രീരഞ്ജിനി ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച വഴിവിട്ട സമീപനങ്ങളെക്കുറിച്ച് സമഗ്രമായൊരു അന്വേഷണം നടത്താൻ കോടതി പോലീസ് ഡിപ്പാർട്ട്മെന്റിനോട് നിർദ്ദേശിക്കുന്നു. കേസുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അർജുൻ ശങ്കറും വഴിവിട്ട രീതിയിൽ പ്രവർത്തിച്ചുവെന്ന് കോടതിക്ക് ബോധ്യമായിട്ടുണ്ട്. മേപ്പടി സംഭവത്തിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അർജുൻ ശങ്കറെ കോടതി ശക്തമായി താക്കീത് ചെയ്യുന്നു. കേസുമായി ബന്ധപ്പെട്ട് രോഹിതിന്റെ അമ്മ പത്മാവതി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും അവരുടെ പ്രായത്തെ പരിഗണിച്ച് കോടതി ശിക്ഷാ നടപടികൾക്കൊന്നും നിർദ്ദേശം നൽകുന്നില്ല. കേസ് അടുത്ത മാസം 17 മാറ്റിവെച്ചിരിക്കുന്നു. The court is adjourned. ഈ പാവം നിങ്ങളെ ചതിച്ചിട്ടൊന്നുമില്ല. രോഹിത്തിനെ കിഡ്നാപ്പ് ചെയ്തതും തടവിൽ സൂക്ഷിച്ച് കോടതിയിൽ ഹാജരാക്കിയതും ഞാനാ. ഇയാൾക്ക് നല്ല കൈക്കരുത്തുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. നാളെ എനിക്കൊരു പേഴ്സണൽ കൊട്ടേഷൻ ആവശ്യമായി വന്നാൽ ഞാൻ വിഷ്ണുവിനെ പ്രിഫർ ചെയ്യും.
പക്ഷേ കോടതിയിൽ അതല്ല വിഷ്ണു, ബുദ്ധിയുടെ കളിയാ. കൂടുതൽ ബുദ്ധിയുള്ളവൻ ആരോ അവനെ ജയിക്കൂ. ഇനി ഈ കേസിൽ അമിതമായൊന്നും പ്രതീക്ഷിക്കാനില്ല. അടുത്ത മാസം 17-ന് സുസ്മിതയെ വെറുതെ വിട്ടുകൊണ്ടുള്ള ഒരു ഉത്തരവ്, അത്രേ ഉള്ളൂ. സോ ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന് ഞാൻ പറയില്ല, വേഴ്സ്റ്റ് ഓഫ് ലക്ക്. ഭാഗ്യമല്ല, ദൗർഭാഗ്യം. അമീർ അബ്ദുള്ള അല്ലേ? അതെ. പേഴ്സണൽ കൊട്ടേഷന് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആദ്യം എടുക്കുന്നത് അമീർ സാറിന്റെ കേസ് തന്നെ ആയിരുന്നേനെ. പക്ഷേ തൽക്കാലം അതിനുള്ളൊരു മൂഡിലല്ല. അമീർ സാർ എഴുതി തയ്യാറാക്കപ്പെട്ട നിയമങ്ങൾ വെച്ചാ വാദിക്കുന്നെങ്കിലേ വിഷ്ണു വാദിക്കുന്നത് സ്വന്തം നിയമസംഹിത വെച്ചാ. കേട്ടാ? നന്നായി ഒന്ന് ഓർമ്മ വെച്ചോ. ഭയമൊന്നും വേണ്ട, ജാഗ്രത മതി. തോറ്റുപോകുന്നവരുടെ ഇത്തരം വിരട്ടലുകൾ ഒരുപാട് കേട്ടിട്ടുണ്ട് വിഷ്ണു ഞാൻ. ഐ ഡോണ്ട് കെയർ. അതിനാരാണ് സർ തോറ്റത്? നുണകളുടെ പഴമുറം കൊണ്ട് അമീർ സാറ് മറച്ചു പിടിച്ചിരിക്കുന്ന സത്യത്തിന്റെ സൂര്യൻ നാളെ പുറത്തു വരിക തന്നെ ചെയ്യും. ധർമ്മവും നീതിയും ഒക്കെ ഇനിയും ഈ ഭൂമിയിൽ ശേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെ കൊടും ക്രൂരത ചെയ്ത സുസ്മിതയുടെ കയ്യിൽ വിലങ്ങ് വീഴും. पिक्चर खत्म नहीं है भाई, अभी बाकी है. മനസ്സിലായില്ലേ? പടം തീർന്നിട്ടില്ലെന്ന്. സാർ ഇത്രയും ഇറങ്ങി കളിച്ച സ്ഥിതിക്ക് ഞങ്ങൾ കൂടി ഒന്ന് ഇറങ്ങണ്ടേ? ഇനിയുള്ള കളിയാവും ഇൻട്രസ്റ്റിംഗ്. നമുക്ക് കാണാം. കാണാം. എന്നാ പോട്ടെ വിഷ്ണു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.